കർഷക സമരം 5ാം ദിവസത്തിലേക്ക് സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരും ബിജെപി ഭരിക്കുന്ന ഹരിയാന സർക്കാരും തുടരുന്നു. പഞ്ചാബ് അതിർത്തികളിൽ ഇന്നലെയും സംഘർഷമുണ്ടായി. ഷംഭുവിൽ ഒരു കർഷകൻ മരിച്ചതിന് പിന്നാലെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന കർഷക സംഘടനാ നേതാക്കളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ 4ാം വട്ട ചർച്ച നാളെ നടക്കും. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, എങ്ങനെയാണ് കർഷക സമരം മുന്നോട്ട് പോകുന്നത്? നിരവധി പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കർഷകന് ജീവൻ നഷ്ടമായി. എന്നാൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതും പരാജയപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഈ കർഷകർ നടത്തുന്ന സമരം ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദില്ലി ചലോ മാർച്ച് കർഷകർ ഇപ്പോൾ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവരുടെ സമരം. അതായത് ദില്ലിയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു യുദ്ധസമാനമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ വെച്ച് കോൺക്രീറ്റ് മതിലുകൾ തീർത്ത് മുള്ളുവേലികൾ അതുപോലെ തന്നെ ആണികളൊക്കെ തീർത്ത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് കർഷകരെ നേരിടാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ അന്നദാതാക്കൾ എന്ന് പറയുന്നവരെ നേരിടാൻ വേണ്ടി ദില്ലി പോലീസും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കങ്ങൾ, അവരുടെ സമരം അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ, അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷേ ഈ കർഷകർ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് 4ാം വട്ട ചർച്ച നടത്തുക. ഈ 4ാം വട്ട ചർച്ച വളരെ നിർണായകമാണ്. ഇപ്പോൾ കർഷകരടക്കം പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ചർച്ചയിലും ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരവുമായിട്ട് ദില്ലിയിലേക്ക് തന്നെ കടക്കാനാണ് ഇപ്പോൾ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്നും ഈ ശംഭു അതിർത്തിയിലൊക്കെ കൂടുതൽ ട്രാക്ടറുകൾ കൊണ്ടുവരും എന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ ശംഭു അതുപോലെ തന്നെ ഗനൗരി അതിർത്തികളിലാണ് കൂടുതൽ കർഷകർ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അവരെന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. തങ്ങളുടെ ആവശ്യം നേടിയെടുത്ത ശേഷം മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് തന്നെ കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സമാധാനപരമായിട്ട് തന്നെ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകും. അതിനുശേഷം ഈ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭാരത് ബന്ദ് അല്ലെങ്കിൽ ഗ്രാമീണ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെ കേന്ദ്രത്തിന്റെ ഈ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതുപോലെ തന്നെ ഹരിയാനയിലെ ബിജെപി സർക്കാരും സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. കാരണം ഹരിയാന പോലീസ് വലിയ രീതിയിൽ കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം നടത്തുന്നു, അവരെ ഉപദ്രവിക്കുന്നു. നിരവധി പേർക്ക് കർഷകർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. കീർത്തി, ശരി, ജിൽബിയാണ് ആ വിവരങ്ങൾ.